ഞാൻ പോവാ. ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. ഞാൻ ആരെ കഷ്ടപ്പെടുത്തില്ല. എനിക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെടും. എനിക്ക് മനസ്സിലായമ്മേ. ഞാൻ പോവാ. അന്ന് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നിന്നപ്പോ എന്നിട്ട് ആരിഫ് സയാന്റെ ഒരു കോളിന്റെ ഇൻസ്പിറേഷൻ കൊണ്ട് മാത്രം ഇത്രയും കാലം ഞാൻ ജീവിച്ചു. പക്ഷെ ആ ഇൻസ്പിറേഷനിൽ എനിക്ക് മാത്രമേ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുള്ളൂ. വേറെ ആർക്കും ഞാൻ ജീവിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു അമ്മ. അമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോവാ അമ്മ. ഇനി ആരും ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ല. മരിച്ചില്ലെങ്കിലോ എന്ത് ചെയ്യും? മരിച്ചില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്തെന്ന് എല്ലാരും അറിയില്ലേ? അയ്യേ, മോശം മോശം. എങ്ങനെയാ ഞാൻ അതിലോട്ട് ചാടാ? ആരുടെ ഹെൽപ്പിന് കിട്ടിയെന്നെങ്കിൽ. ഈ നേരത്തെ ഇവിടെ താരാ? ഇവനിന്ന് പോയിരുന്നെങ്കിൽ ഒന്ന് ചാടായിരുന്നു. മോശമല്ലേ ഇവന്റെ മുന്നിൽ നിന്നൊക്കെ ചാടുന്നേ. ഇവൻ പോയിട്ട് ചാടാം. മൈ ഗോഡ്, എന്താ ഇവിടെ ഈ സമയത്ത്? അതെ. കുട്ടി എന്താ ഇവിടെ? ആക്ച്വലി സർ, ഞാൻ സാറിന്റെ ഒരു ബിഗ് ഫാൻ ആണ്. അനു, നീ സ്വപ്നം കാണാനോ? എന്താ ഈ നേരത്തെ ഇവിടെ ഒറ്റയ്ക്ക്? അത് പിന്നെ സർ. സാറിനോ? എന്നെ സാറിനൊന്നും വിളിക്കണ്ട, സയാൻ എന്ന് വിളിച്ചാൽ മതി. സോറി സർ, ഞാൻ ആരാ? എനിക്ക് ആരാന്ന് വിളിക്കാനാ ഇഷ്ടം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. സർ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മിസ്സായി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല സർ. അതല്ല അനു, നീ എന്താ ഇങ്ങോട്ട് വന്നേ? സാറിന് എങ്ങനെ എന്റെ പേരറിയാം? അത് പിന്നെ ഞാൻ നിന്റെ പ്രൊഫൈൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഫാൻ പേജില്. സാറിന്റെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടോ? സത്യമായിട്ടും? അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രൊഫൈൽ കൂട്ടത്തില് സാർ എന്റെ പ്രൊഫൈൽ കണ്ടെന്നോ? അതെ, ഞാൻ പ്രൊഫൈൽ കണ്ടു. സർ, ഐ ആം സോ ലക്കി. അതല്ല കുട്ടി എന്താ ഇവിടെ ഈ സമയത്ത്? അത് പിന്നെ ഞാൻ വെറുതെ മഞ്ഞ് കൊള്ളാൻ ഇറങ്ങിയതാ. രാത്രി 12 മണിക്കോ? അങ്ങനെയല്ല സർ. സർ, മഞ്ഞ് കൊള്ളാൻ ഇറങ്ങിയപ്പോഴേ വഴി തെറ്റിയതാ. ഓ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ? ശരിക്കും? അനു, ഓ ഈ പെണ്ണ തൊലച്ച്. നീ വീട്ടിലെ മരണക്കത്ത് എഴുതി വെച്ച് എങ്ങോട്ട് പോയതാടി? എന്റെ മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ മരിക്കാൻ പോവാന്നല്ലേ? ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോടി? എന്റെ മുത്തശ്ശിയല്ലേ പറഞ്ഞത്? അതിന് നീ മരണക്കത്ത് എഴുതി വെച്ച് പോകാൻ നിൽക്കണോ? അവളുടെ പോക്ക് കണ്ട ഞാൻ അവളുടെ അടുത്ത് എന്തോ പറഞ്ഞ പോലെയാ. എന്റെ മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അത് തല കേട്ടിട്ട് നീ മരിക്കാൻ പോകുന്നതാണോ? അതല്ല, ഇതാരാ? മരണക്കത്തോ? യു മീൻ ആത്മഹത്യക്കുറിപ്പ്? അതെ. ഓ, നിങ്ങളല്ല കേപോപ്പ് സ്റ്റാർ? ഓ, നിങ്ങളാണോ വീണ്ടും അവള് മരണത്തിന് രക്ഷിച്ചേ? കഴിഞ്ഞ പ്രാവശ്യം അവള് മരിക്കാൻ പോയപ്പോഴേ നിങ്ങളുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ടാ അവൾ ഇൻസ്പയർഡ് ആയി ജീവിച്ചത്. ഇനി അവൾക്ക് ജീവിക്കണ്ടാത്രേ. സാറ് കാരണമാ ഇപ്പോഴും ഞാൻ മരിക്കാണ്ട് നിൽക്കുന്നത്. സാർ ശരിക്കും ദൈവമാണെന്നാവും. സാർ, അവള് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. അവൾക്ക് ഭ്രാന്താ. ഞാൻ മരിക്കാൻ വന്നല്ല, ഞാൻ പറഞ്ഞില്ലേ വഴി തെറ്റിയതാണെന്ന്. ഈ പെണ്ണെന്തൊക്കെയാ പറയുന്നേ? എന്റെ പൊന്നു മേക്കുട്ടി, ഞാൻ മരിക്കാൻ വന്നൊന്നല്ല. ഇയാൾ കൊള്ളാലോടി. അവളുടെ കേപോപ്പ് സ്റ്റാറിനെ കണ്ടപ്പോ അവള് എന്നെ മണ്ടിയാക്കുന്ന. സൂയിസൈഡ് ചെയ്യാൻ വന്നതാണോ? അങ്ങനെയൊന്നുമില്ല. ഈ കൊളനെ പിടിക്കോ? കുറെ നേരം ഞാൻ പിടിച്ചു തരുന്നേ, ഒന്ന് പിടിക്കോ? അവള് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലേ, അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവളുടെ കാര്യം എന്നോട് പറയണ്ട. അവൾ ഫേക്ക് ഫ്രണ്ടാ. അവൾ എന്നെ തനിച്ചാക്കി സൂയിസൈഡ് ഒക്കെ വന്നതല്ലേ? സർ, നമ്മളെല്ലാവരും സെയിം ഹൈസ്കൂളിലല്ലായിരുന്നു പഠിച്ചേ. നിങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഞാൻ സ്കൂളിൽ വെച്ച് എവിടെയോ കണ്ട പോലെ. യു ആർ കറക്റ്റ്. നമ്മളെല്ലാവരും സെയിം സ്കൂളിൽ തന്നെയായിരുന്നു. കെവിനെ അറിയാവോ? കെവിനെ അറിയാമോന്നാ? അവളുടെ ഹ്യൂജ് ക്രഷ് ആയിരുന്നു. എന്നാ അവന്റെ ഹ്യൂജ് ക്രഷ് ആയിരുന്നു മിയ. ശരിക്കും? ഓ, ദാറ്റ്സ് ക്രേസി. അൺടോൾഡ് ലവ് സ്റ്റോറി ആയി പോയല്ലോ. അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാ ഞാനും. അതിനാ ചോദിച്ചത് അവിടെ പഠിച്ചതാണോന്ന്. ബട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടേ ഇല്ല. അതെങ്ങനെ? ഇതിന് നിനക്ക് ആ ഗബ്രിന്റെ പിന്നാലെ നടക്കലായിരുന്നു പണി. ശരിയാലോ? ശരിയെന്നാ, ഞാനും കൂടി പോയി. എടേ, ഞാൻ ശരിക്കും ഹൈസ്കൂളിൽ അവനെ മിസ്സാക്കിയല്ലേ? ഞാനും മിസ്സാക്കിയല്ലേടി. പക്ഷെ എന്നാലും ഞാൻ എന്തുകൊണ്ട് ആരാവിനെ കാണാൻ ഞാൻ? ഓ, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കേ. എന്റെ കീഴിൽ പോയിരിക്കുക. ശരിക്കും അവനക്കും എന്നെ ഇഷ്ടമായിരുന്നല്ലേ? ആരല്ലടി, ഇനി നമുക്ക് വേറെ ആളെ നോക്കാം. പോയത് പോയി. എന്നാലും വേടി
പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വരായിരുന്നു. അത് ശരിയാ, അത് ശരിയായിക്കോട്ടെ. വാ നമുക്ക് വീട്ടിൽ പോവാം. പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ. എനിക്കിപ്പോഴും സൂയിസൈഡ് മൈൻഡ് സെറ്റ് മാറിയിട്ടില്ലേ? ഓടി, ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. ഞാൻ എന്റെ ആരവിനെ കണ്ടപ്പോ തന്നെ അതൊക്കെ മാറ്റി വെച്ചല്ലോ. ഓ ഗേൾസ്, വാട്ട്? നിങ്ങൾ കണ്ടോ ആരവിന് എന്താ സംഭവിച്ചതെന്ന്? ഏതാരവ്? ഓ K-pop സ്റ്റാർ. കുറച്ച് മുമ്പ് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഗൈസ്, he was died. വാട്ട്? What are you saying? He was dead? എന്ത് പറ്റി? ഒരു 2 മിനിറ്റ് മുമ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാ. ഏയ്, ഫേക്ക് ന്യൂസ്. Oh, never. It's real. ഇരിക്കുന്ന വാർത്ത, K-pop ഐഡൽ ആരവിന്റെ മരണം.